ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ഷോറൂമിൽ കിടക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിന്ന് ഔട്ട് കാര്യങ്ങളൊക്കെ അഴിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ നേരെ ഷോറൂം എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 3 പേരുണ്ട്. അനന്തമുണ്ട്, സിദ്ധാർത്ഥുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പോകട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചെന്നിട്ട് ഔട്ട് പിന്നെ അതുപോലെ തന്നെ URC കാര്യങ്ങളെല്ലാം അഴിക്കണം. വണ്ടികളെല്ലാം പിടിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നിൽക്കുക കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇപ്പോൾ പിടിച്ചിപ്പോൾ നാലമ്പലമൊക്കെ പോയ വണ്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഔട്ടും കാര്യങ്ങളൊക്കെ അഴിക്കണം. ഇനിയിപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. നെയിം ബോർഡും അഴിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിയമം പറയുന്നത് കേട്ടോ. അറിയത്തില്ല എന്താണ്, കാരണം KSRTCയിൽ വരെ നെയിം ബോർഡ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്തൊരു കേസെന്ന് വെച്ചാൽ ഇനിയുള്ള ട്രിപ്പുകളിൽ ഈ ഔട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് വയ്ക്കാനും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ പിടിച്ച വണ്ടിയൊക്കെ പറയുന്നത് വെച്ചാൽ സാധനം പിടിച്ചിട്ട് അവർ തന്നെ RTO തന്നെ കൊണ്ടുപോകാണ്. തിരിച്ചു തരുപോലും തരത്തില്ല. നമ്മൾ ഇത്രയും ലക്ഷം രൂപയ്ക്ക് സാധനം മേടിച്ച് വെച്ചിട്ട് അത് അവരിവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു മാന്യമായിട്ട് വയ്ക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. ഞങ്ങളെന്തായാലും ഇപ്പോൾ ഷോറൂമിലെത്തി വണ്ടി എടുക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, സിദ്ധാർത്ഥുണ്ട്, അനന്തമുണ്ട്. ഷോറൂമിലെ പണി കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു. പിന്നെ വണ്ടിയുടെ അടുത്തോട്ട് പോകട്ടോ. എന്തോ മോൻ എല്ലാവരും ഉണ്ട്. തുറന്നു നടക്കാനെ അഴിച്ച് മാറ്റുന്നു. URC ഒക്കെ അഴിക്കണം. LED പാനൽ അഴിക്കണം. അവൻ അഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഔട്ട് കാര്യങ്ങളെല്ലാം തീർന്ന് നമ്മുടെ വണ്ടിയിൽ നിന്ന് അഴിച്ച് മാറ്റുകയാണ്. URC നെയിം, മറ്റേ LED പാനൽ, പിന്നെ ഔട്ട്. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. ഇന്നും ഇപ്പോൾ വണ്ടികൾ പിടിച്ചുകൊണ്ട് 2-3 വണ്ടികൾ പിടിച്ച് നമ്മുടെ നെയിം, നമ്മുടെ URC. അങ്ങനെ നമ്മുടെ URC അഴിക്കുന്നു. കേരളം നന്നാവട്ടെ. ഇനി നമ്മുടെ ഔട്ട് ബോക്സുകൾ കാര്യങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ. പിന്നെ നമ്മുടെ പാനൽ അഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതറിയത്തില്ല. ഈ പാനൽ അഴിക്കണം. ഇതൊക്കെ എന്ത് ചെയ്യുമെന്നാണ്. കാരണം രൂപയുടെ സാധനങ്ങളാണ്. നിങ്ങളെ ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന LED പാനലൊക്കെ ഇനി നമ്മൾ എന്തോ ചെയ്യും? ഈ URC ഇനി വയ്ക്കാൻ പറ്റത്തില്ല, ഔട്ട് വയ്ക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടാക്സ് എമൗണ്ടും കൊടുത്തിട്ട് നമ്മൾ വെറും സത്യം പറഞ്ഞാൽ ഒരു അവഗണിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഗവൺമെൻറ്റിന് നമ്മൾ ഈ കൊടുക്കുന്ന ടാക്സ് സത്യം പറഞ്ഞാൽ അവർക്ക് ലാഭം മാത്രമാണ്. 3 മാസം കൂടുമ്പോൾ അവർക്ക് ഈ പറയുന്ന ടാക്സ് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അവരെന്തോ ചെയ്യുക? ഒന്നും ചെയ്യുന്നതുമില്ല. അതാണ് സത്യം. നിലവിലത്തെ ഈ നിയമം സത്യം പറഞ്ഞാൽ ഈ ഔട്ട് കാര്യങ്ങൾ, വോക്കൽ സിസ്റ്റം ആദ്യമൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ വന്ന് ചെറിയ ടൂറിസ്റ്ററും ട്രാവലറും എല്ലാം ഈ പറയുന്ന ഔട്ട് കാര്യങ്ങൾ കയറ്റി വെച്ച് ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പറയുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, ഇപ്പോൾ നമ്മുടെ വലിയ വണ്ടിക്കാർ പൊതുവേ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഔട്ട് ഇടുക കാര്യങ്ങളുമില്ല. അപ്പം ചിലരൊക്കെ ഈ പറയുന്ന എന്താ പറയുക, കോളേജ് എൻട്രി സമയങ്ങളിൽ മാത്രമാണ് ഈ ഔട്ടിട്ട് പെർഫോമൻസ്. കാരണം പിള്ളേരെ ഒന്ന് വൈബാക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ ചെറിയ വണ്ടിക്കാർ റോഡിലൂടെ ഇട്ടുകൊണ്ട് പോകുന്നതും ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്രയും വിഷയങ്ങളാവാൻ കാരണം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ ഈ വോക്കലിൻ്റെ പേരിൽ ഒരുപാട് തന്നെ നമുക്ക് ഈ ട്രിപ്പുകൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന വണ്ടിക്കാരായിരിക്കും, ചിലപ്പോൾ അറിയാവുന്ന പിള്ളേരായിരിക്കും. അപ്പം നമ്മുടെ വണ്ടി വരുന്ന പിള്ളേർക്ക് വോക്കലിടുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ആൾറെഡി അവരുടെ അപ്പം അവിടെ പിന്നെ കോമ്പറ്റീഷനായി കാര്യങ്ങളായി ഈ വീഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഓണർമാരോ വേറെ പ്രശ്നങ്ങൾ കാണത്തില്ല. പക്ഷേ ഈ വീഡിയോ ഒരു കോമ്പറ്റീഷൻ്റെ നിലയിൽ പുറത്തു പോയി അത് പിന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം കമൻറ്റുകളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അപ്പം നല്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ വരെ ഈ പറയുന്നതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. URC മൊത്തം അഴിച്ചിട്ടു. ഇനി പാനൽ അഴിക്കണം. ഓരോ കാര്യങ്ങൾ. ഷോറൂമിട്ട് തന്നെ അഴിക്കുക കേട്ടോ. ഓക്കലിൻ്റെ ആ കൊച്ചു മരിച്ചതാണ് ഇന്നലെയും പറയുന്നത്. പുള്ളിക്കാരൻ ഇന്നലെയും പറഞ്ഞത് ആ കൊച്ചിൻ്റെ കേസാണ്. പക്ഷേ അത് ഹാൻഡ് ബ്രേക്ക് റിലീസായി എന്തോ വന്നിറങ്ങിയതാണ് ഞാൻ അറിഞ്ഞത്. അതിന് മുമ്പ് പക്ഷേ ഇവന്മാർ ഓക്കലിട്ട് ആ പാലത്തിൽ നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെ URC ഇളക്കി ഔട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ബാലൻസ് ഉള്ള ഔട്ടുകൾ അതും ഇളക്കുന്നു.
അങ്ങനെ ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകളും തീരുന്നു. പ്രതീക്ഷകൾ തീരുന്നിടത്താണ് എന്തോ തുടരുന്നു തന്നെ. അത് ലൈറ്റിനെ ഇപ്പുറത്തിരുന്ന് 8 പ്രഷർ കൊണ്ട് നിർത്തി വെച്ചത് 8 പ്രഷർ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അകത്തോളം 4-4-8 ഫുൾ റേഞ്ച് ഇത് പോയി. ബാക്കിയുള്ള എല്ലാ പ്രഷർ ബുട്ടൊക്കെ ഞങ്ങൾ അഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ ഔട്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇളക്കിയിട്ട് ഷെഡിലോട്ട് പോവാണേ. അപ്പോൾ ഷോറൂമിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതാണ്. ഇനി ഷെഡിലോട്ട് പോകണം. അപ്പം ബാക്കി ഷെഡിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഷെഡിലെത്തി. യു ആർച്ചും യു ലൈറ്റും ഔട്ടൊക്കെ ഇതാ ഊരി ഗൈസ്. ഒന്നുമില്ല, കാലി. ഇപ്പോൾ ഈ സീസൺ ഔട്ടൊന്നും ഇല്ലാതെ ഓടാം.